ഇതാ ഇങ്ങോട്ടാ അങ്ങോട്ട് കേട്ടെ ഇങ്ങോട്ട് കേട്ടാ കുഴപ്പമില്ലല്ലോ, ആള് കുഴപ്പമില്ല. നോക്കട്ടെ നോക്കട്ടെ, നമുക്ക് നോക്കിട്ട് ചോദിച്ചിട്ട് മതി. അത് ഉടക്കി ഉടക്കി ഒരു മിനിറ്റ്. ആളെ ഇരുത്ത്, ആളെ ഇരുത്ത്. ചേച്ചി സൈഡിലോട്ട് നിൽക്ക്. സൈഡിലോട്ട് ഇപ്പഴ സൈഡിലോട്ട് നേരെ നോക്ക്. അതിനകത്ത് കയറി നിന്നോ, ചേച്ചി കയറി നിന്നോ. അവിടെ ഇരുന്നോ, പിടിച്ചോ പിടിച്ചോ സൈഡിൽ പിടിച്ചോ. അവിടെ ഇരുന്നോ. ആ സൈഡ് പൊക്ക, ഈ സൈഡ് പൊക്ക. അങ്ങനെ തന്നെ അങ്ങനെ നിന്നു. അവിടെ പൊക്കിയോ നല്ലോണം. നിങ്ങൾ കുഴപ്പമില്ല, നീ പോകും. തൂങ്ങിയിറങ്ങിയതാ. അങ്ങോട്ടാണ് അങ്ങോട്ടാണ് കേട്ടോ, അങ്ങോട്ട് പറ്റില്ല. എറണാകുളം പിറവത്തെ സ്വാന്തനത്തിന്റെ സ്നേഹത്തിന്റെ കരുതലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഭർത്താവ് മുളക് പറിക്കുന്നതിനിടയിൽ കിണറ്റിലേക്ക് വീഴുന്നു. രക്ഷാകവചവുമായി ഭാര്യ എത്തുന്നു. ഇരുവരെയും രക്ഷപ്പെടുത്തിയത് പിറവത്തെ ഫയർഫോഴ്സ് സംഘം. എന്നാലും രണ്ടുപേരും ഇപ്പോൾ സുഖമായിരിക്കുന്നു. ചേച്ചി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ പത്മം ചില്ലറക്കാരിയൊന്നുമല്ല. ഭർത്താവ് താഴേക്ക് വീഴാൻ പോയപ്പം രണ്ട് കൈയും പിടിച്ച് ചേർത്ത് പിടിച്ച ഒരാൾ കൂടിയാണ്. ഇപ്പം എന്തായാലും തത്സമയം 24നോടൊപ്പം ചേരുന്നു. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ, ഒപ്പം തന്നെ ധൈര്യത്തിന് ഒരുപാട്. എങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായത്? ഉച്ചയ്ക്ക് ഒരു 3 മണിയോടുകൂടി മുളക് പറിക്കുന്നതിനിടയിൽ കൊന്നമരം ഒടിഞ്ഞ് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ഹസ്ബൻഡ്. അപ്പം ഞാൻ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ അനുജൻ്റെ കുട്ടിയും സംസാരിച്ച് നിൽക്കുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അയ്യോ വല്യച്ഛൻ കിണറ്റിൽ വീണു മോനെ എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് നോക്കുമ്പോൾ കിണറ്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ഹസ്ബൻഡ്. എന്ത് പറ്റി, എങ്ങനെ, പേടിക്കണ്ട, വിഷമിക്കണ്ട, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഒച്ച കേട്ട്, ഞങ്ങളുടെ കരച്ചിൽ കേട്ട് ഞങ്ങളുടെ അനിയൻ്റെ കുടുംബവും പിന്നെ അയൽവാസികളും വാർഡ് കൗൺസിലറും അങ്ങനെ കുറേ ആളുകൾ അപ്പോഴത്തേക്ക് ഓടിയെത്തി വന്നു. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് വീട്ടിൽ നിന്ന് കയറെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറ് കെട്ടി കൊടുത്തെങ്കിലും അത് കയറാൻ പറ്റില്ല എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ച് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മുകളിൽ നോക്കി നിൽക്കാതെ ഹസ്ബൻഡ് കുഴഞ്ഞ് കിണറ്റിലേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നതായിട്ട്, മുഖം വെള്ളത്തിൽ മുട്ടി കുനിഞ്ഞ് താഴേക്ക് പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഒറ്റ ചാട്ടത്തിന് കയറ് കെട്ടിയിരുന്ന ഭാഗത്തേക്ക് പോയിട്ട് കയറെ പിടിച്ച് ചാടി കയറിയിട്ട് താഴേക്ക് അങ്ങോട്ട് ഊർന്നു. പോരുന്ന വഴിക്ക് കയ്യിലെ തൊലിയൊക്കെ പോയി. വീഴാൻ പോകുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് എടുത്തങ്ങ് ചാടുക മാത്രമേ ഉള്ളായിരുന്നു അല്ലേ മുന്നിലുള്ളത്? പിന്നെ എനിക്കറിയാം വെള്ളത്തിലേക്ക് പോയാൽ ആൾ കുഴഞ്ഞാണ് വീഴുന്നതെന്നും അത് പിന്നെ ശ്വാസം എടുക്കാതെ നല്ല ആരോഗ്യത്തിലുള്ള ഒരാൾ സ്വയബോധത്തോടെ ചാടിയാൽ പോലും പൊങ്ങി വരുമ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ അല്ലാത്തൊരാൾ വീഴുമ്പോൾ അതിനേക്കാൾ ഗുരുതരമാണെന്ന് എനിക്കതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഞാനത് ഒരു സെക്കൻഡിൽ തന്നെ കയറിൽ കൂടെ ഊർന്ന് ഇറങ്ങുന്ന വഴിയിൽ കീഴോട്ട് നോക്കിയപ്പോൾ ഹസ്ബൻഡ് മുങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഇറങ്ങി വരാനായിട്ട് എൻ്റെ കയ്യിലെ തൊലിയും മാംസവും ഒക്കെ വിട്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും ഞാനത് കണക്കിലെടുക്കാതെ കുറച്ചും കൂടി ഊർന്നിട്ട് പിന്നെ വളരെ ഹൈറ്റിൽ നിന്ന് തന്നെ ആയിരുന്നു, എന്നാൽ തന്നെയും വെള്ളത്തിലേക്ക് ചാടി. 5 അടിയോളം വെള്ളം ഉണ്ടായിരുന്നു. രമേശ് ചേട്ടൻ നേരത്തെ ഒരു സബ് ഇൻസ്പെക്ടർ ആണെന്നൊക്കെ കേട്ടത്. അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മോനുണ്ട്. അപ്പം എന്താണ് മോൻ ഡോക്ടറാണ്. MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ എക്സാം എഴുതാനായിട്ട് UK പോയിരിക്കുകയാണ്, പ്ലാബ് എക്സാം എഴുതാനായിട്ട്. ഇല്ല, കേട്ടിട്ടില്ല ഇതുവരെ, ഈ നിമിഷം വരെ ഞങ്ങളായിട്ട് അത് പറഞ്ഞിട്ടില്ല.
എന്താ മകന് കുറേ പ്രാവശ്യം ചോദിച്ചു എന്താന്ന്. അപ്പം ഞാൻ ഒന്ന് ഗോവണിയിൽ നിന്ന് വീണതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നാട്ടുകാരുടെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതാണ്. അവര് കൃത്യമായിട്ട് അറിയിച്ചോണ്ടാന്ന് തോന്നുന്നു. നല്ലവരായ എൻ്റെ നാട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, എൻ്റെ ബന്ധുക്കൾക്ക് നന്ദി. എല്ലാവരും ഓടി വന്ന് എല്ലാവരും തക്ക സമയത്ത്, ഞങ്ങളുടെ കൗൺസിലറായാലും ബിജു, എല്ലാവരും തക്ക സമയത്ത് പ്രവർത്തിച്ചു. പക്ഷേ ഹസ്ബൻഡിന് മുങ്ങിപ്പോയപ്പോൾ സമയം കളയാൻ വേസ്റ്റാക്കാൻ ഇല്ല എന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിച്ച് താഴെ ചെന്ന് ഹസ്ബൻഡിനെ പൊക്കിയെടുത്ത് അതിൽ കിണറിൻ്റെ ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് ഷോൾഡറിലേക്ക് കൈ രണ്ടും എടുത്തിട്ടിട്ട് താങ്ങി നിർത്തി. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ കൂടെ ഇല്ലേ, പേടിക്കണ്ട, ഞാൻ അങ്ങനെ വിട്ടു കൊടുക്കുമോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്, കണ്ണു തുറക്ക് എന്ന് പറഞ്ഞപ്പോഴേക്ക് ആൾ കണ്ണു തുറന്നു, എന്നെ നോക്കി. പേടിക്കണ്ട ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് ബലമായിട്ട് അങ്ങനെ പിടിച്ച് നിർത്തി കഴിഞ്ഞ് പിന്നെ ഫയർഫോഴ്സ് കുറച്ച് സമയം കൂടി എടുത്തപ്പോഴേക്ക് ഫയർഫോഴ്സ് വന്നു. ഉദ്യോഗസ്ഥരെല്ലാം പറഞ്ഞു എൻ്റെ ധൈര്യം കൊണ്ട് മാത്രമാണ് ജീവൻ കിട്ടിയത്, ഇല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു വീഴുകയും കൂടി ചെയ്തതുകൊണ്ട് വളരെ ദുഃഖകരമാകുമായിരുന്നു. തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിച്ച എനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ. അവർ തന്നെ ഞങ്ങളെ പിറവം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുത്തെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തലയുടെ ബാക്ക് വശം അടിപ്പിച്ചത് കൊണ്ടാണ് ഹസ്ബൻഡിന് അങ്ങനെ തലകറക്കം പോലെയൊക്കെ വന്നത്. ഇല്ല, ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. അപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ തന്നെ കൊണ്ടുപോകണം, CT സ്കാനും മറ്റും എടുക്കണം, ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് ഉണ്ടായത്. ഈ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജറി വിഭാഗം നജീബ് ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഞാനും വളരെ സുഖത്തോടെ ഇരിക്കുന്നു. ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും ദൈവത്തിനും എല്ലാവർക്കും നന്ദി. അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ ധൈര്യത്തിന് 24ന്റെ ബിഗ് സല്യൂട്ട്. ചേച്ചി പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അത് പ്രാപ്തമാക്കുകയും ഫലപ്രാപ്തിയിൽ എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ചേച്ചി ഒരു മാതൃകയാണ്. കൊച്ചിയിൽ നിന്നും AS അഭിജിത്തിനൊപ്പം YS അഭിനന്ദ്, 24.